തന്നെയാ. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ മരണം ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്നുള്ള ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതൊരു കൊലപാതകമാണ് എന്നുള്ള സംശയത്തിൽ തന്നെയാണ് കുടുംബം CBI അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ ഇപ്പോൾ ഹർജിയുമായി പോയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. അത് കുടുംബത്തിന് കൈമാറാൻ പോലീസ് തയ്യാറായിട്ടുമില്ലായിരുന്നു. ഇപ്പോൾ അത് മാധ്യമങ്ങൾക്കുൾപ്പെടെ കിട്ടിയിരിക്കുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇതൊരു തൂങ്ങി മരണം തന്നെയാണ്, മറ്റു ദുരൂഹതകളൊന്നും തന്നെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്താണ്? കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം എവിടെയോ നടക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകളാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത്. ഇതൊരു ആത്മഹത്യയാക്കി തീർക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഈ പോസ്റ്റ്മോർട്ടം നടന്നത്. അവിടെയാണ് PP ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനി, അതായത് ഈ കേസിൽ നവീൻ ബാബുവിനെ കുടുക്കാനായി ശ്രമം നടത്തിയെന്ന് പറയപ്പെടുന്ന TV പ്രശാന്ത് ജോലി ചെയ്യുന്നത് ഈ പരിയാരം മെഡിക്കൽ കോളേജിലാണ്. അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. അവിടെ നടത്താൻ പാടില്ല എന്ന് സഹപ്രവർത്തകർ അടക്കം വലിയ രീതിയിൽ പ്രശ്നം ഉന്നയിച്ചിട്ടും അതിലൊന്നും ചെവി കൊടുക്കാതെ പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു അസ്വാഭാവികത എന്ന് പറയുന്നത്. ഇതിൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇതിൽ മുഴുവൻ അസ്വാഭാവികതയാണ്. കയറെങ്ങനെ കിട്ടി എന്നുള്ളത്, ഈ വീട്ടിൽ പോകാനായി മകളെ വിളിച്ചു പറഞ്ഞ വീട്ടിലെത്തും രാവിലെ എന്നെ വിളിക്കാനായി 5 മണിക്ക് സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞ നവീൻ ബാബു എങ്ങനെയാണ് തൂങ്ങി മരിക്കുന്നതിലേക്ക് പോയത്? അതായത് PP ദിവ്യ അപമാനിച്ചതിന് ശേഷമാണ് നവീൻ ബാബു വീട്ടിൽ വിളിച്ച് പറയുന്നത് ഞാൻ ട്രെയിനിൽ കയറും 5 മണിക്ക് എത്തുമെന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് അത്തരത്തിലൊരു നിഗമനം, അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യണമെന്നുള്ളൊരു ഉറച്ച തീരുമാനം എടുത്തു എങ്കിൽ അദ്ദേഹം ഈ മകളെ വിളിച്ച് ഇത്തരത്തിലൊരു സംസാരം നടത്തണ്ട. മാത്രമല്ല ഇവിടെ നിന്നൊരു ആത്മഹത്യക്കുറിപ്പ് കിട്ടിയിട്ടുമില്ല. ഞാൻ പോവുകയാണ്, എനിക്കിത് എൻ്റെ മാനസികമായി ഈ ഒരു അവഹേളനം എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്, ഇനി എനിക്ക് ജീവിച്ചിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യക്കുറിപ്പ് നമ്മൾ ഏവരും പ്രതീക്ഷിക്കുകയാണ്. അതിനെ ആരെങ്കിലും എടുത്ത് മാറ്റിയിട്ടില്ല എങ്കിൽ, ഇനി അത്തരത്തിൽ പല കള്ളക്കളികളും ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് കൊണ്ട് ആത്മഹത്യക്കുറിപ്പ് മറ്റാരെങ്കിലും മാറ്റിയോ എന്നുള്ളത് നമുക്കറിയില്ല. ഒക്ടോബർ 15 ഉച്ചയ്ക്ക് 12:40 1:50 ഇടയിലാണ് ഈ പോസ്റ്റ്മോർട്ടം നടന്നത് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു ട്വിസ്റ്റ്, ദൈവത്തിൻ്റെ എല്ലാ കൊലപാതകത്തിലും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് ഉണ്ടാകും. അത് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ്. അതായത് ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയക്കണം എന്നുള്ള, കാരണം ഇനി ആരെങ്കിലും ബലമായി വിഷം എന്തെങ്കിലും കുടിപ്പിച്ചതിന് ശേഷം കെട്ടിത്തൂക്കി കൊന്നതാണോ എന്നുള്ള, അപ്പോഴും ഈ ആത്മഹത്യയുടെ കാര്യങ്ങൾ തന്നെയാണല്ലോ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ആന്തരിക അവയവ പരിശോധന, അതിൻ്റെ കാര്യങ്ങൾ എന്തായി എന്നുള്ളത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിട്ടില്ല. സാധാരണ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ അതിൽ കൃത്യമായ ആന്തരിക അവയവ പരിശോധനകൾ, പ്രത്യേകിച്ച് അസ്വാഭാവികമായ ഒരു മരണത്തിൽ ആന്തരിക അവയവങ്ങൾ കൃത്യമായി പരിശോധിക്കും. ഏതെങ്കിലും തരത്തിൽ ആ അവയവങ്ങൾക്ക് എന്തെങ്കിലും ക്ഷത സംഭവിച്ചിട്ടുണ്ടോ, മറ്റേതെങ്കിലും തരത്തിലുള്ള ഈ വിഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആന്തരിക അവയവങ്ങളിൽ എത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കും. ഇവിടെ അത് പരിശോധിക്കാതെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കി കുടുംബാംഗങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കണ്ണുകൾ അടഞ്ഞു കിടക്കുകയായിരുന്നു. അതായത് ഇതൊരു ആത്മഹത്യ ആക്കി തീർക്കുക, അതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. CBI അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുഴുവൻ നമ്മൾ കാണുന്നത്. കണ്ണുകൾ അടഞ്ഞു കിടക്കുന്നു, മൂക്ക്, വായ, ചെവി എന്നിവയ്ക്ക് പരിക്കുകളേയില്ല, ചുണ്ടിനും വിരലിലെ നഖങ്ങൾക്കും നീല നിറം, പല്ലുകൾക്കും മോണകൾക്കും കേടില്ല, നാവ് കടിച്ചിരുന്നു. ഇതൊക്കെ ആത്മഹത്യ ചെയ്യുന്ന ഒരാളിൻ്റെ ലക്ഷണങ്ങളാണ്. ശരീരം അഴുകിയതിൻ്റെ ലക്ഷണങ്ങളില്ല, വയറും മൂത്രാശയവും ശൂന്യമായിരുന്നു, സുഷുമ്നാ നാഡിക്കും പരിക്കില്ല, മൃതദേഹം തണുത്ത അറയിൽ സൂക്ഷിച്ചിരുന്നില്ല, 0.5 സെന്റിമീറ്റർ വ്യാസമുള്ള മഞ്ഞ കലർന്ന പ്ലാസ്റ്റിക് കയർ കഴുത്തിൽ കെട്ടിയിരുന്നു. കയറിൻ്റെ നീണ്ട ഭാഗത്തിന് 103 സെന്റിമീറ്റർ നീളമാണ് ഉണ്ടായിരുന്നത്. 30 സെന്റിമീറ്റർ നീളമുള്ള സ്വതന്ത്ര ഭാഗവും ഉണ്ടായിരുന്നു. കഴുത്തിന് ചുറ്റുമുള്ള കയറിൻ്റെ ഭാഗത്തിന് 22 സെന്റിമീറ്റർ നീളമുണ്ട്. പേശികൾക്കും പ്രധാന രക്തക്കൊഴലുകൾക്കും തരുണാസ്ഥിക്കും കശേരുക്കൾക്കും തലയോട്ടിക്കും പരിക്കില്ല. വാരിയെല്ലുകൾക്ക് ക്ഷതമോ ശരീരത്തിൽ മറ്റു മുറിവുകളോ ഉണ്ടായിട്ടേയില്ല. ഇടത് ശ്വാസകോശത്തിൻ്റെ മുകൾ ഭാഗം നെഞ്ചിൻ്റെ ഭിത്തിയോട് ചേർന്ന നിലയിലായിരുന്നു. അന്നനാളവും സാധാരണ നിലയിലാണ്. പോസ്റ്റ്മോർട്ടം നടന്നത് നേരത്തെ പറഞ്ഞതുപോലെ 15 ഉച്ചയ്ക്ക് 12:40
1:50 ഇടയിലാണ്. ആന്തരിക അവയവങ്ങളുടെ പരിശോധനയെക്കുറിച്ച് ഒരു തരത്തിലുള്ള റിപ്പോർട്ടും വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുമ്പോൾ ഒരു ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യന് ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിശദമായ വിവരങ്ങൾ അത് തന്നെയാണ് പുറത്തു വരുന്നത്. അപ്പോഴും ചോദിക്കുന്നത്, എന്തുകൊണ്ട് ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചില്ല? ഒക്ടോബർ 15 ചെയ്തതാണ്, നവംബർ 15 ഒരു മാസം കഴിഞ്ഞു, 2ാമത്തെ മാസം ആകാൻ പോകുന്നു, ഡിസംബർ 15 ആകാൻ പോകുന്നു. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ രാസപരിശോധനയ്ക്ക് ആന്തരിക അവയവങ്ങൾ അയച്ചില്ല? അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്തവർക്ക് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൽ ആരെയൊക്കെ രക്ഷപ്പെടുത്താൻ എന്തൊക്കെയോ മറയ്ക്കണം. CBI അന്വേഷണം വരരുത്, അത് ആരൊക്കെയോ എവിടെ നിന്നിരുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടായാൽ അത് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് എത്തിക്കും. തീർച്ചയായിട്ടും ഇവിടെ രാസപരിശോധനയുടെ ഫലം എന്തായാലും മഞ്ജുഷയും കുടുംബവും ചോദിക്കാതിരിക്കില്ല, അത് ഉറപ്പാണ്. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന ഫലം കൂടി വരണ്ടേ, എന്തെങ്കിലും വിഷം സംബന്ധമായ കാര്യങ്ങൾ ഉള്ളിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളത്. ഇനി ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റിട്ടുണ്ടോ എന്നറിയണ്ടേ. അപ്പോൾ ഇതൊന്നും പരിശോധിക്കാതെ വിട്ടതിൻ്റെ പിന്നിൽ എന്താണ്? വേറെ സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ ഫലപ്രദമായി ഈ കേസിന് CBI വന്നാൽ പോലും സാഹചര്യ തെളിവുകളും വളരെ കൃത്യമായ എവിഡൻസ്, അതായത് സാഹചര്യ തെളിവുകളിലൂടെ അന്വേഷിച്ച് കണ്ടെത്തുന്ന മറ്റ് തെളിവുകളിലൂടെ കിട്ടുന്ന എവിഡൻസ് അല്ലാതെ ശാസ്ത്രീയമായ ഒരു തെളിവും കിട്ടരുത് എന്നുള്ള നിലയിലേക്ക് ഈ കേസിനെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. കോടതി ഏറ്റവും കൂടുതൽ പരിഗണിക്കുക ശാസ്ത്രീയമായ തെളിവുകളാണല്ലോ കോടതിയിൽ. തീർച്ചയായിട്ടും. അപ്പം വളരെ കൃത്യമായ സാഹചര്യ തെളിവുകൾ, അതുപോലെ തന്നെ സാക്ഷിമൊഴികൾ, കോടതി കണ്ടെത്തുന്ന തൊണ്ടിമുതലുകൾ, CBI കണ്ടെത്തുന്ന തൊണ്ടിമുതലുകൾ ഉൾപ്പെടെയുള്ളവ ഇതൊരു കൊലപാതകമാണെങ്കിൽ അതിനെ പോലും വാദിച്ച് മാറ്റാവുന്ന രീതിയിലേക്കുള്ളൊരു കാര്യമാണ് ഇവിടെ ചെയ്തു കൊടുത്തിരിക്കുന്നത്. കാരണം പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് CPMന്റെ അണ്ടറിലുള്ള ഒരു മെഡിക്കൽ കോളേജായിരുന്നു. അതിപ്പോൾ സർക്കാർ ഏറ്റെടുത്തു. അവിടെ ഉള്ളത് മൊത്തം CPM ആണ്. CPM മയമാണ് ആ കോളേജ് എന്ന് പറയുന്നത്. അവിടെ PP ദിവ്യയുടെ ഭർത്താവുണ്ട്, പ്രശാന്ത് ജോലി ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ജോലി ചെയ്യുന്നത് ഈ CPMന്റെ ഭാഗമായിട്ടാണ്, മനസ്സിലാക്കണം. ഇവിടത്തെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് അവർ തീരുമാനിച്ചതുപോലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ സർക്കാർ മെഡിക്കൽ കോളേജാണ്, നമുക്ക് വാദഗതിക്ക് അങ്ങനെ പറയാം. എങ്കിൽ പോലും ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെയോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ തൃശ്ശൂരിലുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സർജനൊക്കെ ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുണ്ട്. അവിടെ ഒന്നും നടത്താതെ ഇവിടെ നടത്തിയതിൽ CPMന് ആവശ്യമായ റിപ്പോർട്ട് കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് സംശയിക്കുന്ന യാതൊരു തെറ്റുമില്ല. രണ്ടാമത്തത്, ഈ ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം, ആ ഒരു ആന്തരികാവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായൊരു വ്യക്തത ഇപ്പോഴും വരാറുണ്ട്. അങ്ങനെ അയച്ചിട്ടില്ല എങ്കിൽ അത് ഇവരെ രക്ഷിക്കാനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കില്ല എന്നുള്ളത്. പിന്നെ ഇൻക്വസ്റ്റ് നടപടിയിൽ സത്യത്തിൽ കുടുംബം വരുന്നതിന് മുമ്പ് ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി. ആര് മുഖേന, അതായത് എങ്ങനെയാണ് മൃതദേഹം കിടക്കുന്നത്, എന്തായിരുന്നു ആ സമയത്തെ അവസ്ഥ, ഇതൊക്കെ കാണാൻ കുടുംബത്തിന് അർഹതയുണ്ട്. കുടുംബത്തെ കാണിക്കും. കുടുംബത്തെ ഒന്ന് കാണിച്ചിട്ടാണ്, കുടുംബം എന്ന് ഞാൻ പറയുന്നത് വളരെ അടുത്ത ബന്ധുക്കളെ ഇവരിത് കാണിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നാട്ടിലാണ് സംഭവിച്ചെങ്കിൽ ആ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകളെ കാണിക്കാറുണ്ട്. അവരോടൊപ്പം നിൽക്കാൻ പറയും, ഇത് എടുക്കാൻ വേണ്ടി. പിന്നെ മാധ്യമ പ്രവർത്തകരുണ്ടെങ്കിൽ അവരോടും പറയും. ഇവിടെ ഇതൊന്നും സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ കുറച്ച് ആളുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. അതിനവർ പറയുന്ന ന്യായം എന്ന് പറയുന്നത്, ഇങ്ങനെ മൃതദേഹം ഇടാൻ പറ്റില്ല, അതുകൊണ്ട് ബന്ധുക്കൾ പിന്നെ വരാൻ വേണ്ടി കാത്തു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെയാണ്. പക്ഷെ നേരെ തിരിച്ച് മറ്റെല്ലാ കൊലപാതകങ്ങളിലും ബന്ധുക്കൾ വരുന്നത് വരെ മൃതദേഹം അവിടെ വെക്കും. നോക്കണം, മനസ്സിലായി. നമ്മുടെ അടുത്ത് ഇവിടെ ഈ പ്രദേശത്തിനടുത്ത് തന്നെ, നമ്മൾ നിൽക്കുന്നതിൻ്റെ പ്രദേശത്തിനടുത്ത് ഒരു മരണമുണ്ടായി, തൂങ്ങി മരണമാണ്. ആ മരണത്തിൽ മരിച്ച ആളിൻ്റെ ബന്ധുക്കൾ വരുന്നത് വരെ അതവിടെ മണിക്കൂർ അങ്ങനെ നിർത്തിയിരുന്നു എന്നാണ്. കാരണം മരണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ, അതായത് പോലീസുകാർ ആദ്യം വരുമ്പോൾ ചെയ്യുന്നത് ഈ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്, നാടി ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കും, അതായത് മിടിപ്പുകളുണ്ടോ. ആ മരണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഇറക്കാറില്ല. അത് ബന്ധുക്കളെ കണ്ടതിന് ശേഷമാണ് ഇറക്കാറ്. ഇവിടെ അതും പാലിക്കപ്പെട്ടില്ല. പലതും പറയാം, അതായത് ബന്ധുക്കൾ അങ്ങ് കൊല്ലത്താണ് അല്ലെങ്കിൽ തിരുവനന്തപുരത്താണ് എന്നൊക്കെ പറയാം ഇവർക്ക്. പക്ഷെ അതൊക്കെ തൊട്ടുന്യായങ്ങളാണ്. ഈ പറയുന്ന പോലെ രണ്ടാമത്തത് നമ്മുടെ പിന്നെ നിയമത്തിൻ്റെ പഴുതുകൾ എന്ന് പറയുന്നുണ്ട്. അതായത് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ ഒരു അനുമാനമുണ്ട്, ഇത് ഒരു കൊലപാതകമാണോ മറ്റെന്തെങ്കിലും ആണോ. അങ്ങനെ ഒരു സംശയത്തിൻ്റെ പേരിൽ വേണമെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ രാസപരിശോധനയ്ക്ക് അയക്കേണ്ടതുള്ളൂ എന്നൊരു ഭാഗം കൂടിയുണ്ട്.
അപ്പോൾ ഇവർക്ക് പറയാം ഡോക്ടർ പറഞ്ഞിരിക്കുന്നു, അങ്ങനെ ഒരു സംശയവും ഇല്ല, അതുകൊണ്ട് പരിശോധനയ്ക്ക് അയച്ചില്ല, സിമ്പിൾ, രക്ഷപ്പെട്ടു. അപ്പോൾ ആ തരത്തിൽ ഇതിനെ മറികടക്കേണ്ട എല്ലാത്തിനെയും ഇവർ മറികടന്നിരിക്കുന്നു എന്ന ദുഃഖകരമായ ഒരവസ്ഥയുണ്ട്. അത് തന്നെയാണ് ഇവരുടെ ആത്മവിശ്വാസവും. ഇതൊരു കേവലം എന്താണ് ഈ പറയുന്ന ഒരു ആത്മഹത്യയാക്കി മാത്രം ചുരുക്കിയാൽ അത് അവിടെ നിന്ന് രക്ഷപ്പെടുമല്ലോ. പക്ഷെ കോടതി ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു കൃത്യമായ CBI അന്വേഷണത്തിന് വിടുകയാണെങ്കിൽ, ജഡ്ജിയും മനുഷ്യനാണല്ലോ, വിടുകയാണെങ്കിൽ ഈ എന്തെങ്കിലുമൊക്കെ സാധിക്കും. എങ്കിലും പ്രശ്നങ്ങളുണ്ട്, എന്നാലും എന്തെങ്കിലുമൊക്കെ സാധിക്കും എന്ന് നമുക്ക് സത്യം പുറത്തു വരിക തന്നെ ചെയ്യും, അത് എത്ര നാൾ കഴിഞ്ഞാലും.